അതെല്ലാവരും അവനവൻ്റെ ഭക്ഷണമാണ് ഒതൻറ്റിക് എന്ന് വാദം പറയും. തിരുവനന്തപുരത്തെ പ്രധാന പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്ത് ഇങ്ങനെ ഐറ്റംസ് കൂടുതലായിരിക്കും. ഒരു അളവിൽ ഇങ്ങനെ ഇലയിൽ 3 ലെയറായിട്ട് കുറേ കളറുകൾ ഉണ്ടാവണം എന്ന് നിർബന്ധം. ടേസ്റ്റിനെയൊക്കെ വെച്ച് ചെയ്യാറ് നോട്ട് അറ്റ് ഓൾ ബോതേഡ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മതി. കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടാലല്ല ഇഷ്ടപ്പെട്ടു. വടക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വരുന്നില്ല. അവിടെ ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളതിനൊരു നല്ല നിഷ്കർഷ കൊടുക്കും. കൂട്ടുകറി ആയാലും പ്രഥമനായാലും പഴപ്രഥമനായാലും പരിപ്പായാലും. പിന്നെ ഓലൻ മാത്രം നമുക്ക് സഹിക്കില്ല. അത് പണ്ട് കുമ്പളങ്ങ മാത്രം വേവിച്ചിട്ടിട്ട് ഇങ്ങനെ വെള്ളം പോലൊരു സാധനം. അത് കുറച്ചുകൂടി നല്ലത് നമ്മുടെ മധ്യ കേരളത്തിൽ തന്നെയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ളൊരു സാധനം തന്നെ. എന്നാലും സദ്യ എന്ന് പറയുമ്പോൾ പൊതുവെ തിരുവനന്തപുരം സദ്യ തന്നെ ഇല്ലേ നല്ലത്? അങ്ങനെ അവകാശപ്പെടാം, പക്ഷെ അത് ശരിയാന്ന് പറയാൻ പറ്റില്ല. വിളമ്പിന് തിരുവനന്തപുരത്ത് നല്ല പ്രാധാന്യം. തിരുവനന്തപുരത്ത് പായസം വിളമ്പുന്നതിന് മുമ്പ് പുളിശ്ശേരി വിളമ്പിയാൽ പിന്നെ ആൾക്കാർ എണീറ്റ് പോകും. വടക്കൻ മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലോ അങ്ങനെ സംഭവം വരുന്നില്ല. വടക്കൻ കേരളത്തിൽ കുറുക്കുകളിലാണ് ഇലയുടെ അരിയിലെ വിളമ്പിരിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് എടുത്ത് കൂട്ടി, ഇങ്ങനെ ചമ്മന്തിക്കാളിനല്ലേ എടുത്ത് കൂട്ടി കഴിച്ചിട്ട് പോകുന്നുള്ളൂ. സാമ്പാറിനാണല്ലോ പ്രാധാന്യം കൂടുതലുള്ളത്.